ആ നേപ്പാളി പയ്യൻ ഇതുവരെ വന്നില്ലേ? ഇല്ല. എന്തേ സാർ? സിഗരറ്റ് വാങ്ങാൻ പറഞ്ഞയച്ചിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ടെക്സ്റ്റൈൽസിൽ പോയപ്പോ അവിടെ ഇല്ല, ട്രാൻസ്പോർട്ട് ഹൗസിൽ പോയപ്പോ അവിടെ ഇല്ല. പിന്നെ ഞാൻ ഫോൺ ചെയ്തൊന്ന് എടുത്തോളൂ. കോൺക്രീറ്റിന്റെ ശബ്ദം കാരണം കേട്ട് കാണില്ല രാവുണ്ണി. ഏതായാലും നീ വന്ന് നന്നായി. കേറ്. ഉന്നോട് ഞാൻ 555 സിഗരറ്റ് എന്ന് സൊന്നേ. ഏണ്ടാ കൊയിരാളാ ഇപ്പടി. 555 എന്ന് സൊന്നാ 555 വാങ്ങിയിടണം. ഈ നേപ്പാളികൾക്ക് മലയാളം അറിഞ്ഞൂടാ. നേപ്പാളികൾക്ക് തമിഴ് നന്നായിട്ട് അറിയാം. അതും ശരിയാ. പോയിക്കോ. ജാവോ ജാവോ ജാവോ. ആവോ. ഈ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ 555. വേറെ എന്താണെങ്കിലും അതിന്റെ ഒരു സുഖം വരില്ല. ഡെവിൻസിന്റെ നീ എന്ന് മുതലടെ 555 ഒക്കെ കാണാൻ തുടങ്ങിയത്? പണ്ട് ആരോ വലിച്ചെറിഞ്ഞ നല്ല സ്റ്റാൻഡേർഡ് ബീഡിക്കുറ്റി ആരും കാണാതെ തെരഞ്ഞു പെറുക്കിയെടുത്ത് പൊടി തട്ടി നീ ഞാനൊക്കെ ഷെയർ ആയിട്ട് വലിച്ച ആ പഴയ കാലം നീ പാടെ മറന്നൂല്ലേ? നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കുന്നുണ്ടാ എപ്പോഴും മുറിബീടി വലിച്ച് നടക്കുന്നത്. ഇവിടെ കാശുണ്ടായാൽ അതുപോലെ ജീവിക്കാൻ പഠിക്കാം. മണി മേക്കിംഗ് ഇസ് ആൻ ആർട്ട്. എനിക്ക് ഇതിന്റെ ഈ മണി ഫിലോസഫി ഒന്നും മനസ്സിലാവില്ല. ഇനിയിപ്പോ മനസ്സിലാവേ വേണ്ട. പെണ്ണും പെടക്കൊഴിയൊന്നും ഇല്ലാത്തവനല്ലേ ഞാൻ. നിന്റെ നിഴലായിട്ട് ഇങ്ങനെ കഞ്ഞിയും കുടിച്ച് കഴിഞ്ഞോളാം. വിൻസെന്റിനെ എടാപോടാന്ന് വിളിക്കാൻ അധികാരമുള്ള ഒറ്റയാളെ ഈ ഭൂമിയിലുള്ളൂ. ആ നീയാണോ എന്റെ നിഴല്? അത്രയ്ക്ക് വിനയം വേണ്ട. നീ ഇങ്ങനെ ഓരോന്ന് എന്റെ തലയിൽ കെട്ടി വെക്കുന്നോണ്ട് എന്റെ ഉറക്കം ഈ നഷ്ടപ്പെടുന്നിട്ടാ. കൊല്ലൂര് സ്ഥലം വിറ്റ് എന്റെ അഡ്വാൻസാ ഈ ചാക്ക് സഞ്ചിയില്. ഇത് നിന്നൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടിട്ട് ഇന്ന് രാവിലെ മുതല് ഈ കുറുക്കന്റെ കയ്യിൽ ആമേനെ കിട്ടും പോലെ കെട്ടിമറിയാ ഞാൻ. നീ പിടിച്ചേ. വേദനിക്കുന്ന ബിനാമിയുടെ ആത്മസംഘർഷം. എനിക്ക് കളി ശരി. എന്റെ ഉള്ളിലാ തീയ്, ഭൂമി തീയ്. നീ എന്തിനാ രാവുണ്ണി പേടിക്കുന്നത്? നാട്ടിൽ നടപ്പുള്ള കച്ചവടമല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പാലോടനല്ലേ? അതെ. എന്താളിയാ? ആ പുഴയ്ക്കലെ പാടത്തെ 10 ഏക്കറിന് ടോക്കൺ അഡ്വാൻസ് കൊടുത്തില്ലേ? ആ കാർന്നൂര് വടിയായി. ഒറ്റ മോനുള്ളത് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അയാൾക്കാണെങ്കിൽ സ്ഥലം വെക്കാൻ ഒരു താല്പര്യമില്ല. നാളെ കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യും. ഇനിയിപ്പോ എന്താ ചെയ്യാ? എപ്പോഴാ ശവോടക്ക്? ഇന്ന് 3 മണിക്ക്. നമുക്കിപ്പം അളയം വണ്ടി കയറ്, നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ പറഞ്ഞേ? അളയം വണ്ടി കയറ്. ദാസ, പോകുന്ന വഴിക്ക് ഒരു റീത്ത് വാങ്ങണം. പുഴയ്ക്കല പ്രോജക്റ്റ് എന്റെ ഡ്രീം പ്രോജക്റ്റാ. അത് പോയിക്കൂടാ. മരണ വീട്ടിലിപ്പോ സ്ഥല കച്ചവടം ചെയ്യാൻ പോവാ. അതല്ല, അനുശോചനം അറിയിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് മുട്ടി നോക്കാം. കച്ചവടം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. ഫിലോസഫി. ആ നിൽക്കുന്നവനാണ് അമേരിക്കയിൽ നിന്ന് വന്ന മോൻ. ആ മൊട്ടത്തലേന്ന്. ഡ്രിങ്ക്സ് ഞാൻ കൊടുത്തോളാം. ഒരു മോളെ ഡ്രിങ്ക്സ് വേണ്ട. ഡ്രിങ്ക്സ് ഇങ്ങോട്ട് ഞാൻ കൊടുത്തോളാം. അച്ചോ ഡ്രിങ്ക്സ്. Thank you so much for coming, uncle. ഇതൊന്ന് പിടിച്ച്. Bye. അച്ചായ, വിഷമിക്കരുത്. എല്ലാം ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം. സാധാരണ അയൽവാസികളാണ് ഈ മരണ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതിപ്പോ ഡേവിഡിന് അയൽക്കാരുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ. Thank you, Mr. വിൻസെന്റ് ബിസിനസ്സാണ്. വിൻസെന്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. Please come. Sit. മരിച്ചുപോയ തോമസ് ചേട്ടൻ എന്റെ അപ്പനെ പോലെയായിരുന്നു. അപ്പൻ്റെ പേര് തോമസ് എന്നല്ല, ജോസഫ് എന്നായിരുന്നു. അപ്പനെ പോലെ ആയിരുന്നുകൊണ്ട് അങ്ങനെ പേര് വിളിക്കില്ലായിരുന്നു. ഓക്കെ. അപ്പനുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നോ? ഏയ്, ഇങ്ങനെ ഒരു അവസരത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. ആ പുഴയ്ക്കൽ പാടത്തെ സ്ഥലം അപ്പനുമായി വാക്കാൽ കരാറിൽ ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തിരുന്നു. എത്രയായിരുന്നു അഡ്വാൻസ്? ഏയ്, ടോക്കണായിട്ട് 1 ലക്ഷം രൂപയെ കൊടുത്തിരുന്നുള്ളൂ. ബാക്കി ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്ത് എല്ലാം എഗ്രിമെന്റ് ആക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാ അപ്പൻ. ഒരു മിനിറ്റ്, I'll just come. എന്താ?
ചെക്ക് ആരുടെ പേരിലാണ് എഴുതണ്ടേ? ക്യാഷ് ചെക്ക് വേണോ? അയ്യോ അതിനല്ല വന്നത്. ഇനി മിസ്റ്റർ ഡേവിഡ് ആണല്ലോ അവകാശി. അപ്പൊ എഗ്രിമെന്റ് ചെയ്യേണ്ടത് താങ്കളുമായിട്ടാണല്ലോ. അതിനെപ്പറ്റി സംസാരിക്കാൻ വന്നതാ. ക്യാഷ് ചെക്ക് എഴുതിയിട്ടുണ്ട്. സ്ഥലം വയ്ക്കാൻ താല്പര്യമില്ല. സാമാന്യ മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം മരിച്ച ദിവസം തന്നെ കച്ചവടത്തിന് വരില്ലായിരുന്നു. അയ്യോ മിസ്റ്റർ ഡേവിഡ് തിരക്കുള്ള ആളായതുകൊണ്ട് നാളെ തിരിച്ചു പോകുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ക്ലിയറാക്കി. അത്രയേ ഉള്ളൂ. സോറി, വെരി സോറി. It's all right. ഡേവിഡ്, ജസ്റ്റ് എ മിനിറ്റ്. പോര കത്തുമ്പോൾ വാഴ വെട്ടാൻ പോയാലേ ഇങ്ങനെ ഇരിക്കും. ഞാനപ്പോഴേ പറഞ്ഞതാ. ഇനിയിപ്പോ എന്തിനാ നിക്കണേ? ഇതൊന്ന് വലിച്ച് തീർത്തോട്ടളിയ. ആ, പിന്നെ ഇറങ്ങുമ്പോൾ ഒരു ജസ്റ്റ് മിനിറ്റ് കേട്ടില്ലേ? ആ. സ്വരം കേട്ടിട്ട് ആ പെമ്പറുന്നവരാണ് ഡേവിഡിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് വെറുതെ ഒരു തോന്നൽ. അയ്യോ അങ്ങനെ വെറുതെ തോന്നണ്ട. അയാളെ ഞാൻ തല്ലിട്ടഞ്ഞ് ഭാഗ്യം. ഇടയ്ക്ക് കണക്ക് പിഴക്കളിയാ. നമുക്ക് വേറെ വഴി നോക്കാം. വന്നേ. ശരി, Just a minute. കേട്ടില്ലേ? ജസ്റ്റ് എ മിനിറ്റ്. ആക്ച്വലി ആ സ്ഥലം 10 ഏക്കറല്ല, 25 ഏക്കറുണ്ട്. മൊത്തമായിട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഐ എം റെഡി. മിസ്റ്റർ ഡേവിഡ്, അപ്പം മരിച്ച ദിവസം തന്നെ കച്ചവടത്തിന് വന്നത് സത്യത്തിൽ മര്യാദകേട് തന്നെയാണ്. പക്ഷേ ബിസിനസ് ഒരു യുദ്ധം പോലെയാണ്. തീരുമാനങ്ങൾക്ക് ചിലപ്പോൾ ജീവന്റെ വിലയാ. അത് കൃത്യസമയത്ത് എടുത്തേ പറ്റൂ. രാവണി, ആ സഞ്ചയം കൊടുത്തേക്കു. 25 ഏക്കർ ഒരുമിച്ച് നമുക്ക് താങ്ങുമോ? അത് നമുക്ക് മാനേജ് ചെയ്യാം. ഇത് 50 lakhs. നാളെ രാവിലെ വന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പം കുറച്ചുകൂടി അഡ്വാൻസ്. 4 മാസം കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ. ഓക്കെ, അഗ്രീഡ്. ഇതിൻ്റെ റെസിറ്റ് വേണ്ടേ? വേണ്ട, ഐ ട്രസ്റ്റ് യു. താങ്ക് യു. വിൻസെന്റ്, നിന്നെ ഞാൻ സമ്മതിച്ചു വിട്രാ. നമസ്കാരം. നമസ്കാരം. ഉച്ച വരെ ഈ തുണിക്കടയില്, ഉച്ച കഴിഞ്ഞാൽ ബസ് സർവീസിന്റെ ഓഫീസിലെ. അതാ പതിവ് ആൻഡോ പറഞ്ഞേ. അതാ പതിവ്. കാര്യം പറഞ്ഞോളൂ. അതായത് ഇക്കൊല്ലത്തെ ചെറക്കല്ലൂർ പൂരം കൂടുതലൊന്ന് പൊലിപ്പിച്ചാലോ എന്ന് കരുതുക. പൊലിപ്പിച്ചോളൂ. അതിനെന്താ? അല്ലല്ല, പഞ്ചവാദ്യത്തിനും ഗാനമേളക്കൊക്കെ സ്പോൺസർമാരായിണ്ട്. പിന്നെ ആനയുടെ കാര്യത്തിന് ആളായി വരുന്നേ ഉള്ളൂ. വെടിക്കെട്ടും ബാക്കിയുണ്ട്. വിൻസെന്റ് ഏട്ടനെ ഏതാ താല്പര്യം അതങ്ങടാവാം. ഇരിക്ക്. ആയിക്കോട്ടെ. ഈ ആനയും വെടിക്കെട്ടും ഒക്കെ എനിക്ക് പണ്ടേ പേടിയാ. സാധു മൃഗങ്ങളെ പേടിപ്പിക്കുക, വെടിക്കെട്ട് നടത്തിയ ആളെ കൊല്ലുക ഒരു ദൈവത്തിനും ഇഷ്ടമാവില്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ചെറക്കല്ലൂർ പൂരത്തിന് എല്ലാ കൊല്ലവും ഒരു എമൗണ്ട് തരാറില്ലേ? അത് മുടങ്ങാതെ വാങ്ങിച്ചോളൂ. അതിന് പകരമായിട്ട് ഷോപ്പിന്റെ ഒരു ഫ്ലെക്സ് പൂരപ്പറമ്പിൽ വെക്കുകയും വേണം. അത് പിന്നെ പതിവാണല്ലോ. ഇക്കൊല്ലം മെയിൻ സ്പോൺസർ ആവുകയാണെങ്കിൽ കടേരെ മാത്രമല്ല വിൻസെന്റ് ഏട്ടനെയും ഒരു അടിപൊളി ഫ്ലെക്സ് വെക്കാം. ഒരു ആശംസാ ഫ്ലെക്സ്. തിരുമതേതരത്തും കൂടി ആവുമല്ലോ. കുറെ കാശുണ്ടാകുമ്പോൾ ആൾക്കാരെന്താ എന്നെ ബഹുമാനിക്കാത്തതെന്ന് വേവലാതിപ്പെട്ട് അതിനുവേണ്ടി കാശിറക്കുന്ന കുറെ വേദനിക്കുന്ന കോടീശ്വരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ വിൻസെന്റിന് ആ വേവലാതി ഇല്ല. ഇല്ലല്ലേ? ഞാനേ പ്രാഞ്ചിയേട്ടനല്ല, എനിക്കൊരു പത്മശ്രീയും വേണ്ട. ആൻഡോ, പതിവ് കൊടുത്തരാം. പൂരപ്പറമ്പിൽ ഫ്ലെക്സ് നോക്കാൻ മറക്കണ്ട. ചേട്ടാ കേട്ടിയാ